അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുക, പ്രിയപ്പെട്ട ഉപ്പമാര് മരണപ്പെട്ടു പോയവരുണ്ടല്ലോ, പ്രിയപ്പെട്ട ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ടല്ലോ, അവരെ കുറിച്ചൊന്ന് ഓർക്കാൻ കഴിയുമോ? അവർക്ക് സൽക്കർമ്മങ്ങളൊന്ന് ഹദിയ ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യാൻ കഴിയുമോ? അവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങളൊന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അവരുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ജാരിയായ സദഖകളൊന്ന് ചെയ്യുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉപ്പയുടെയും ഉമ്മയുടെയും ഖബറിന്റെ ചാരത്ത് കിടന്നുകൊണ്ട് ഒന്ന് കുറഞ്ഞ പക്ഷം ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാമെന്ന് കൊണ്ട് കഴിയുമോ? വെള്ളിയാഴ്ച മഹല്ല് പള്ളിയിൽ ജുമായ്ക്ക് വേണ്ടി കിടന്നു പോകുമ്പോ ആ ജുമാ കഴിഞ്ഞിട്ടുടനെ ഇറങ്ങിയോടല്ല, പിന്നെയോ അവിടെ പള്ളിക്കാട്ടിൽ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടക്കുന്നുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്നുണ്ട്, നിന്റെ സഹോദരങ്ങൾ കിടക്കുന്നുണ്ട്. അവരുടെ ചാരത്തേക്കൊന്ന് കിടന്നു ചെല്ലുവാന്, ആ ഖബറിന്റെ ചാരത്തേക്ക് കിടന്നു ചെന്ന് അവർക്ക് വേണ്ടി ഒന്ന് ഫാത്തിഹ ഓതുമോ? അവർക്ക് വേണ്ടി റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്യാൻ കഴിയുമോ? ആ മരണപ്പെട്ടു പോയവരെ നീ ഓർത്തില്ലെങ്കിൽ, മരണപ്പെട്ടു പോയവരെ നീ ഓർത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? അതാ പതിരാവിന്റെ മറവിൽ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ അർവാഹുകൾ അതാ നിന്റെ വീടിന്റെ മുകളിലോട്ട് കടന്നു വരികയാണ്. നിന്റെ വീടിന്റെ ചാരത്തേക്ക് നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മരണപ്പെട്ടു പോയവരുടെ അർവാഹുകളതാ കടന്നു വരികയാ. എന്നിട്ടതാ വിളിക്കുകയാണ്, അല്ലയോ എന്റെ കുടുംബക്കാരാ, അല്ലോ സ്നേഹനിധികളായ പുണ്യമക്കളെ, അർവാഹുകൾ വീടിന്റെ മുകളിൽ വന്നിട്ട് വിളിക്കുകയാ, അല്ലയോ കുടുംബക്കാരാ, അല്ലയോ പുണ്യമക്കളെ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരെ, ഉപ്പ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഉമ്മ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും സാധനങ്ങളെല്ലാം മക്കളെ വീതിച്ചെടുക്കുമല്ലോ, വസ്ത്രങ്ങൾ വീതിച്ചെടുക്കുമല്ലോ, ഓരോ മക്കളും ഓരോ വസ്ത്രങ്ങൾ വീതിച്ചെടുക്കുമല്ലോ. ഉപ്പയുടെ വസ്ത്രങ്ങൾ ആൺമക്കൾ എടുക്കുകയാണ്, ഉമ്മയുടെ വസ്ത്രങ്ങൾ പ്രിയപ്പെട്ട പെണ്ണുമക്കൾ പെൺമക്കൾ എടുക്കുകയാണ്. പിന്നീട് അവർ ധരിക്കുമല്ലോ, അതാർവാഹുകളെ വന്നിട്ട് വിളിക്കുകയാ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ ധരിച്ചവരെ, ഞാൻ പാടുപെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ, പാടുപെട്ട് ചോര നീരാക്കി പാടുപെട്ട് തെരുവുണ്ടാക്കിയ എന്റെ വീട്ടിൽ താമസിക്കുന്ന പൊന്നുമക്കളെ, എന്റെ പ്രിയമുള്ള സഹോദര, നീ ഇന്ന് കിടക്കുന്ന നിന്റെ വീട് നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിൽ പോയി കിടന്നിട്ട് കഷ്ടപ്പെട്ട് പാടുപെട്ട് തെരുവുണ്ടാക്കിയതല്ലേ, അതിലല്ലേ നീ സുഖമായി ജീവിക്കുന്നത്, അതിലല്ലേ നീ സുഖമായി ജീവിക്കുന്നത്. അതാ ഉപ്പയുടെ കാറുമായി വന്നിട്ട് ഉപ്പയുടെ റൂഹ് വന്ന് നിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് ചോദിക്കുകയാ, ഞാൻ പാടുപെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പൊന്നുമോനെ, എന്നെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ കഴിയുമോ? എന്റെ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നില്ല. എന്റെ പള്ളിക്കാട്ടിൽ എന്റെ ഖബറിന്റെ ചാരത്തേക്ക് നിങ്ങൾ കിടന്നു വരുന്നില്ല. എന്റെ എനിക്ക് വേണ്ടി നിങ്ങളൊരു ഫത്വ ഓടുന്നില്ല. എന്റെ എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുന്നില്ല. എന്റെ എനിക്ക് മർഹമത്തിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുന്നില്ല. എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല. എന്തിനാണ് പൊന്നുമക്കളെ നിങ്ങളെ ഓർക്കാത്തതെന്താ? ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ സമ്പാദ്യങ്ങളെല്ലാം ഒരു സമയത്തിന്റെ കയ്യിലിരുന്നതല്ലേ, അത് ആസ്വദിച്ചിരുന്നു നിങ്ങളല്ലേ, അത് ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചില്ല. ഇതാ നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഒന്നോർക്കണേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, ഞങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യണേ. വലാ തദ്ഖുലൂ അലൈനാ
നിങ്ങൾ പിശുക്ക് കാണിക്കല്ലോ. സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലങ്ങൾ ഞങ്ങൾക്ക് മിസ്സവാദ ഹദിയ ചെയ്യുന്നതിന് നിങ്ങളൊരു പിശുക്ക് വിചാരിക്കരുത്. ഈ സമ്പാദ്യങ്ങൾ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി സദഖ ചെയ്യുന്നതിന് ഞങ്ങളോട് നിങ്ങൾ പിശുക്ക് കാണിക്കരുത്. വല്ലാത്ത പ്രതിസന്ധിയിലാണ്. പുള്ളിക്കാട്ടിൽ 6 മണ്ണിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാണ്, വല്ലാത്ത ഏകാന്തതയാണ്. പുഴുക്കളുടെയും പാമ്പുകളുടെയും തേളുകളുടെയും വീടാണ്, ഇരുട്ടിന്റെ വീടാണ്, മണ്ണ് കൊണ്ട് തലയിന്നോട്ട വീടാണ്, വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് ഞങ്ങളെ ഓർക്കുമോ, ഞങ്ങൾക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു തരുമോ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ, ഞങ്ങൾക്ക് വേണ്ടി സദഖകൾ ചെയ്യുമോ എന്നെ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും അറിവാളുകൾ പാതിരാസമയത്ത് നീ കിടന്നുറങ്ങുമ്പോ നിങ്ങളുടെ വീടിന്റെ മുകളിൽ വന്നിട്ട് ചോദിക്കുമെന്ന്. അതുകൊണ്ടെന്ന് പ്രിയമുള്ളവരെ, മരണപ്പെട്ടു പോയവരെ മറക്കരുത്. അവരുടെ കബറിന്റെ ചാരത്തൊന്ന് കിടന്നു ചെന്ന് അവർക്ക് വേണ്ടിയിട്ടൊരു ഫാത്തിഹയോടെ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യാൻ കഴിയണം. അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം ഉമ്മയോടൊപ്പം ഒരുമിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ.